KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർസ്, ടാപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, LED മിറർ ക്യാബിനറ്റ്, ടൈൽസ് പേസ്റ്റ് ആൻഡ് അപ്പോക്സി തുടങ്ങി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ. KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ജനകീയാസൂത്രണം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ മുതൽ തന്നെ തൈകൾ വാങ്ങിക്കുന്നതിനായി നിരവധി കർഷകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും മധുര പലഹാരങ്ങളും വിപണനത്തിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിലും കൃഷിഭവനിലുമായി നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, ആസൂത്രണ സമിതി അംഗം PI യൂസഫിന് തൈകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ നമ്മളുടെ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ 40,000 പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ ഞാറ്റുവേല ചന്തയിൽ 15,000 തൈകൾ ഇന്ന് വിതരണം നടത്തുന്നത്. അത് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത മുതലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് അതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഞാറ്റുവേല ചന്തയിലും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ കർഷക സഭയിലും പങ്കെടുത്ത് കൃഷിഭവൻ വഴി നൽകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ വിത്ത് വണ്ടിയും അതുപോലെ പഴയന്നൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ വിവിധ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനായിട്ടുള്ള ഡ്രോണും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാക്സിമം കാര്യങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അറിവുകൾ നേടാനും അത് പ്രയോജനപ്പെടുത്താനും ഈ കർഷക സഭയിൽ കൂടിയിട്ടുള്ള എല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കാർഷിക മേഖലയ്ക്ക്, ഉൽപാദന മേഖലയ്ക്ക് നമ്മൾ 85 ലക്ഷം രൂപയാണ് ഈ വാർഷിക പദ്ധതിയിൽ നമ്മൾ കൃഷിഭവൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തുകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മറ്റുള്ള രീതിയിലുള്ള കൃഷി പരിപാടികളും പിന്നീട് നമ്മൾ ചെയ്യുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇത് ഇവിടുന്ന് ഒരു തുടക്കമായി കൃഷി ഇവിടെ നിന്ന് വ്യാപിപ്പിക്കാനുള്ള ഒരു അവസരമായി കരുതി സ്വന്തം കൃഷിയിടങ്ങളിൽ പച്ചക്കറി കൃഷി കാരണം നമ്മൾ ഇപ്പോൾ എല്ലാം പച്ചക്കറി ആശ്രയിക്കുന്ന നമ്മൾ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിനൊരു പരിധിവരെ നമുക്ക് തടയിടുന്നതിന് വേണ്ടി നമ്മളുടെ സ്വന്തം പഞ്ചായത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ സ്വന്തം പഞ്ചായത്തിൽ നമ്മളെ തലത്ത് പോലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാൻ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ഒരു പഴയന്നൂർ ബ്ലോക്കിൻ്റെ സ്കീമായി പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു കമ്പനി രൂപീകരണമായിട്ടുണ്ട്. ഏതാണ്ട് 4 വർഷം മുമ്പെയാണ് രൂപീകരണമായിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീമാൻ രാധാകൃഷ്ണൻ അവர்களാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനിൽകുമാർ, നിഷ രാജേഷ്, T പ്രകാശ് എന്നിവരും വിവിധ ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷക സുഹൃത്തുക്കൾ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൃഷി ഓഫീസർ സായി പാർവതി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ T ഷിജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.